നമസ്കാരം. പാകിസ്ഥാനി ഡ്രോണുകളെയും വിമാനങ്ങളെയും മിസൈലുകളെയും നിലം തൊടാതെ തകർക്കുന്ന ഇന്ത്യയുടെ വ്യോമപ്രതിരോധ വൈഭവം കണ്ട് ലോകം അമ്പരന്ന് നിൽക്കുകയാണ്. നൂറുകണക്കിന് ഡ്രോണുകളാണ് അന്തരീക്ഷത്തിൽ തന്നെ ചാമ്പലായത്. 4-5 വിമാനങ്ങളാണ് വീഴ്ത്തിയത്. ഡൽഹിക്ക് നേരെ വന്ന ഫത്തേ മിസൈലാണ് ഹരിയാനയ്ക്ക് മുകളിൽ എരിഞ്ഞടങ്ങിയത്. പാകിസ്ഥാൻ ഇത്രയ്ക്കൊക്കെ അത്യധ്വാനം ചെയ്തിട്ടും ഒരൊറ്റ ആക്രമണവും നിലം തൊട്ടില്ല എന്നിടത്താണ് ഇന്ത്യയുടെ എയർ ഡിഫൻസിൻ്റെ കരുത്ത് തിരിച്ചറിയേണ്ടത്. നമുക്ക് ഇന്ന് ഈ വിഷയം സംസാരിക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൽകി വരുന്ന പിന്തുണ തുടരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇസ്രയേലിൻ്റെ അയൺ ഡോം എന്ന വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഹമാസ് അയക്കുന്ന റോക്കറ്റുകൾ ഏതാണ്ട് മുഴുവൻ തന്നെ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കുന്ന സംവിധാനമാണത്. ചില അനിമേഷൻ സിനിമകളിൽ, പഴയ മഹാഭാരതം സീരിയലുകളിലൊക്കെ നേരെ വരുന്ന അസ്ത്രങ്ങളെ മറ്റൊരസ്ത്രം കൊണ്ട് തടുക്കുന്ന രീതിയിൽ ഇതൊക്കെ നാം നേരിട്ട് കാണുകയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തന്നെയാണോ എന്നുപോലും അത്ഭുതം തോന്നും. പക്ഷേ യാതൊരു ആധുനിക സംവിധാനങ്ങളുമില്ലാത്ത വെറും ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടുണ്ടാക്കുന്ന ഹമാസിൻ്റെ പ്രാകൃത റോക്കറ്റുകൾ പോലെയല്ല പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ഗൈഡഡ് മിസൈലുകളും ഡ്രോണുകളും വിമാനങ്ങളും മിസൈലുകളുമൊക്കെ. അയൺ ഡോം കൊണ്ട് അങ്ങനെയുള്ളവയെ എത്ര പ്രതിരോധിക്കാൻ കഴിയും എന്ന് സംശയമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ പോരാട്ടത്തിലെ ഹീറോയായി വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയ എയർ ഡിഫൻസ് സിസ്റ്റമായ S-400 ആണ്. ശരിയാണ്, S-400 ലോകത്തിലെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റമാണ്. 600 കിലോമീറ്റർ റേഡിയസിൽ വരുന്ന ഏത് പറക്കും വസ്തുക്കളെയും അവൻ തിരിച്ചറിയും. ഒരേ സമയം 300 ലക്ഷ്യങ്ങളിലേക്ക് വരെ മിസൈൽ തൊടുത്ത് നിർവീര്യമാക്കും. ഹൈപ്പർസോണിക് സ്പീഡിൽ വരുന്ന വസ്തുക്കളെ പോലും ഇവന് തകർക്കാൻ കഴിയും. S-400ൻ്റെ പ്രധാന സവിശേഷത അതിൻ്റെ റഡാറുകളാണ്. ദൂരെയുള്ളതിനെയും വളരെ ദൂരെയുള്ളതിനെയും അടുത്തുള്ളതിനെയും എല്ലാം അവയുടെ വലിപ്പം, വേഗത, ദിശ, സ്വഭാവം എല്ലാം തിരിച്ചറിഞ്ഞാണ് എന്ത് പ്രതിരോധമാണ് വേണ്ടത് എന്ന് അതിൻ്റെ കമാൻഡ് സെൻറ്റർ തീരുമാനിക്കുന്നത്. ചെറിയ ലക്ഷ്യങ്ങൾ, ഡ്രോണുകൾ പോലുള്ളവയ്ക്ക് ചെറിയ മിസൈൽ, അങ്ങനെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് 4 തരത്തിലുള്ള മിസൈലുകളിൽ നിന്ന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് പ്രയോഗിക്കും. അങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഏതാണ്ട് അസാധ്യമാണ്. ദൃഷ്ടിയിൽപ്പെട്ടാൽ അതാരായാലും അത് തകർക്കുക തന്നെ ചെയ്യും. അത്രമാത്രം ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു സംവിധാനമാണത്. എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. ഇവൻ മാത്രമായിട്ടല്ല നമ്മുടെ ആകാശത്ത് ഈ കോട്ട കിട്ടിയിരിക്കുന്നത്. ഷിൽക്ക, ആകാശ്, ബാരക്, അങ്ങനെ നിരവധി എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ S-400മായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വമ്പൻ സെറ്റപ്പാണിത്. ഈ ഷിൽക്ക എന്നത് ഒരു ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണാണത്. വളരെ വലിയ ആൻറ്റി എയർക്രാഫ്റ്റ് വിമാനവേധ തോക്കാണത്. അതിൻ്റെ അകത്തും അതിൻ്റേതായ ഒരു റഡാർ സിസ്റ്റമൊക്കെ ഉണ്ട്. അത് ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ആ ലക്ഷ്യത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി ഫയർ ചെയ്തു. വളരെ ശക്തിയേറിയ ഒരു ഗണ്ണാണ് അതിനുള്ളത്. ആകാശ്, ബറാക്ക് എന്നിവയൊക്കെ മീഡിയം റേഞ്ചിലുള്ള, അതായത് ഏകദേശം ഒരു 4.5 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ റേഞ്ചുള്ള സിസ്റ്റങ്ങളാണത്. അതിൽ ഈ ബറാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയും ഇസ്രയേലും ചേർന്ന് സംയുക്തമായി ഡെവലപ്പ് ചെയ്തതാണ്. കൂടാതെ ഈ ഷോർട്ട് റേഞ്ചിലുള്ള സ്പൈഡർ, ഇഗ്ല തുടങ്ങി ഒരുപാട് സിസ്റ്റങ്ങൾ പല സ്പെസിഫിക്കേഷനോടുകൂടിയുണ്ട്. ഈ സിസ്റ്റങ്ങളുടെ എല്ലാവും കൂടി ചേർന്ന ഒരു ഭീമൻ ഇൻ്റഗ്രേറ്റഡ് സെറ്റപ്പാണ് നമ്മുടെ ആകാശത്ത് ഇപ്പറഞ്ഞതുപോലെ ഈ വൻ കോട്ട കെട്ടി നിർത്തിയിരിക്കുന്നത്. S-400ൻ്റെ റഡാർ സിസ്റ്റമാണ് അതിൻ്റെ ഹൃദയമെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ റഡാർ വളരെ ദൂരെയുള്ള ഒരു ലക്ഷ്യത്തെ, ഉദാഹരണത്തിന് 400-500 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്തെത്തുമ്പോഴേക്ക് ഏത് സിസ്റ്റം, ഏത് ആമിനേഷൻ ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ചു കഴിയും. പതുക്കെ പറക്കുന്ന ഡ്രോണുകൾക്ക് ഷിൽക്കയൊക്കെ മതിയാകും. എന്നാൽ വിമാനങ്ങളാണെങ്കിൽ ആകാശ്, ബറാക്ക് എന്നിവ വേണ്ടിവരും. മീഡിയം ലോങ് റേഞ്ച് മിസൈലുകൾക്കൊക്കെ ഈ ആകാശും ബറാക്കുമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ
F-16 പോലെയുള്ള വിമാനങ്ങൾ, ഇപ്പോൾ ബ്രഹ്മോസ് പോലെയുള്ള സൂപ്പർസോണിക് മിസൈലുകൾ, അല്ലെങ്കിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, അതൊക്കെ അതിൻ്റെ വേഗതയും വലിപ്പവും ഒക്കെ അനുസരിച്ച് ഈ S-400 തന്നെ ഭാഗമായ വലിയ മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരും. അതായത് 40 N6C, 48 N6DM ഇങ്ങനെയൊക്കെയുള്ള വലിയ മിസൈലുകൾ, 300-400 കിലോമീറ്റർ വരെ റേഞ്ചുള്ള വലിയ മിസൈലുകളുണ്ട്. അവയൊക്കെ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. അതായത് ഏതൊരു വസ്തു വന്നാലും ഉടനെ S-400 നിന്നല്ല പോകുന്നത്. അതിന് പകരം S-400 റഡാറുകളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഏത് വേണം എന്ന് ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള സിസ്റ്റങ്ങളുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത ഒരു വൻ സിസ്റ്റമാണ് നമ്മുടെ ടോട്ടൽ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനം ആക്രമണ ലക്ഷ്യങ്ങളെ കൃത്യമായി കണ്ടെത്തുക, അതിൻ്റെ സ്വഭാവം, വേഗത എന്നിവ മനസ്സിലാക്കി ഉചിതമായ തീരുമാനമെടുത്ത് അവയെ തകർക്കുക എന്നതാണ്. അത് ഒരു വൻ വിജയമായിരിക്കുകയാണത്. ഇത്രമാത്രം വലിയ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം മറ്റൊരു രാജ്യങ്ങൾക്കുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ നിരവധി സിസ്റ്റങ്ങൾ ഏകോപനത്തോടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, കോർഡിനേറ്റഡായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഒരൊറ്റ പാകിസ്ഥാൻ ഡ്രോണിനും വിമാനത്തിനും മിസൈലിനും നിലം തൊടാൻ കഴിയാതെ പോകുന്നത്. അതായത് ഈ പടത്തലവൻ മാത്രം വിചാരിച്ചാൽ യുദ്ധം ജയിക്കില്ലല്ലോ. കമാൻഡർ, പടയാളികൾ, ആയുധങ്ങൾ എല്ലാം കൃത്യമായി കൃത്യസമയത്ത് വേണ്ടത് ചെയ്താൽ മാത്രമേ പോരാട്ടം ഫലം കാണുകയുള്ളൂ. S-400 ഒരു പടത്തലവനാണ്. അവൻ്റെ ഒപ്പം ഒറ്റ മനസ്സായി മേൽപ്പറഞ്ഞവരെല്ലാവരും കൂടിയാണ് ഭാരതത്തിൻ്റെ ആകാശത്തിന് കാവൽ നിൽക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. പാകിസ്ഥാൻ്റെ ഒട്ടുമിക്ക എയർ ഡിഫൻസ് സിസ്റ്റവും ഇതിനിടയിൽ ഇന്ത്യ തകർത്ത് കളഞ്ഞു. എന്താണ് പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം നമുക്കുള്ളതുപോലെ? അത് ഈ S-400 പൂർവികനായ ഇതിന് മുമ്പുള്ള ജനറേഷനുള്ള S-300 എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു റഷ്യയ്ക്ക്. ആ സിസ്റ്റം അങ്ങനെ തന്നെ കോപ്പിയടിച്ച് ഉണ്ടാക്കി വെച്ച ഒരു കളിപ്പാട്ടമാണ് ഈ പാകിസ്ഥാന് അവർ വലിയ കാര്യമായിട്ട് കൊടുത്തത്. ഈ സാധനം ഒന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്തില്ല എന്ന് മാത്രമല്ല, അത് മുഴുവനും ഒന്നൊഴിയാതെ തകർത്തും കളഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇവിടെ നിന്ന് പോയ മുഴുവൻ ഡ്രോണുകളും മിസൈലുകളുമൊക്കെ കൃത്യമായിട്ട് ചെന്ന് അതിൻ്റെ പണി നല്ല വൃത്തിയായിട്ട് എടുക്കുകയും ചെയ്തു. അതുപോലെ ശ്രദ്ധിച്ചിരുന്നോ, ഒരു 2 വർഷം മുമ്പ് ഇന്ത്യയുടെ ഒരു ബ്രഹ്മോസ് മിസൈൽ വഴിതെറ്റി പാകിസ്ഥാനിൽ ചെന്ന് വീണ ഒരു കാര്യം? പരിശീലന തടരയിൽ അബദ്ധം പറ്റിയതാണ് എന്ന് ഇന്ത്യ പറഞ്ഞ് അതിൽ നിന്ന് ആ ഇഷ്യൂ അങ്ങ് സോൾവ് ചെയ്യുകയും ചെയ്തു. ചുമ്മാ അങ്ങ് അബദ്ധം പറ്റിയൊക്കെ ഒരു ക്രൂയിസ് മിസൈൽ അങ്ങ് പോവുമോ? ഒന്നുമല്ല, വാർഹെഡില്ലാത്ത മിസൈലായിരുന്നു അത് പരീക്ഷിച്ചത് തന്നെയാണ് ഈ പാകിസ്ഥാൻ്റെ ഈ HQ-9 എന്ന് പറഞ്ഞ ഈ ചൈനീസ് കളിപ്പാട്ടം. അതെങ്ങനെ വർക്ക് ചെയ്യും, അതിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി ഇന്ത്യ ചെയ്ത ഒരു പണിയാണത്. അന്ന് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്തു. അവിടെ ഈ HQ-9 ഉള്ളപ്പോൾ തന്നെയാണ് അവൻ്റെ തലയ്ക്ക് മേളിക്കൂടെ ചെന്ന് അത് ആളില്ലാത്ത ഒരു പാടത്ത് വീണത്. ഈ സംഭവങ്ങളിലൂടെ സത്യത്തിൽ ലോകത്ത് ഏറ്റവും അധികം പരിഹാസ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. ചൈനയും ചൈനയുടെ പ്രോഡക്റ്റുകളും എത്രത്തോളം തങ്ങളെ രക്ഷിക്കും എന്ന ഒരങ്കലാപ്പിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉള്ളത്. അതവർ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സത്യമാണത്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.